നമസ്കാരം. രുചിലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 4 മണിക്ക് ചായയോടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ലെറ്റ്സ് ഗോ. ആദ്യം 2 സവോള സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ശേഷം ഒരു ബൗളിലേക്ക് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആ സവോളയിൽ നിന്നുള്ള വെള്ളം ഊറി വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതാണ്. ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമായ വെള്ളം ഒഴിക്കുക. നമുക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കുഴച്ചെടുക്കുക. ശേഷം ചൂടായി വന്ന ഓയിലിലേക്ക് നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പിൽ മാവ് കുഴച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 വശവും മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ലെറ്റ്സ് ട്രൈ ഇറ്റ്. നല്ല അടിപൊളി മഴ പെയ്യുമ്പോൾ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഉള്ളിവടാന്നോ ഗോതമ്പ് വടാന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. നോർമലി ഉള്ളിവടയ്ക്ക് നമ്മൾ കടലമാവാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മളിത് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കടലമാവിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഗോതമ്പ് പൊടി. അതുകൊണ്ട് തന്നെ നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഫോളോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.